അല്ല ഇതാരാ? കണ്ട ഭാവമില്ലാതെ കുത്തനെ അങ്ങ് നടക്കാണല്ലേ? ഇനി ഇവിടെ തന്നെ ഉണ്ടാവും. മറിയാമ്മച്ചേട്ടത്തെ സൗകര്യമായിട്ട് പിന്നെ കാണാലെന്ന് വെച്ചു. നിന്നെ എന്നാ വിട്ടത്? 2 ദിവസമായി. ജയിലില് പഴയ പോലൊന്നും അല്ല. ഇറച്ചിയും മീനും ഒക്കെ ആയിട്ട് നല്ല ചാപ്പാട്, സുഖാണെന്ന് ഓരോരുത്തർ പറയണ. നേരാ? പരമസുഖം. ഒന്ന് പോയി നോക്കണം തോന്നുന്നുണ്ടോ മറിയാമ്മച്ചേട്ടത്തേക്ക്? ചിലക്കണ്ട് പോടോ. മാപ്പിളക്ക് ഇപ്പൊ എന്താ ബിസിനസ്? കഞ്ചാവ് പിടിയോ അതോ വാറ്റോ? അതേ ഞാൻ തല്ലി ഓടിച്ചില്ലേ? അതറിഞ്ഞില്ല? എങ്ങനെ അറിയാനാ? ഉച്ചയ്ക്കാരൻ ഒരുത്തനും കണ്ണൂർ ജയിലിൽ വന്നില്ല ഞാനുള്ളപ്പോ. നോക്ക് കരണ, നിന്റെ ഒന്നുമില്ല. ഇനിയെങ്കിലും തല്ലും പിടിക്കും പോകാതെ അവനവന്റെ പണി നോക്കി ഒരു ഭാഗത്തിരി. ഞാനായിട്ട് എന്തിനാ പറയണേ? കുഞ്ഞിക്കാക്ക, കഞ്ചാവ് അടിച്ച് കറങ്ങി കിടക്കാണല്ലേ? കുഞ്ഞിക്കാക്ക. നീ വന്ന വരുന്നു കേൾക്കാൻ തുടങ്ങിയിട്ട് 3 മണി കാലമായി. എന്റെ തോണി എവിടെ ഉണ്ട്? അത് മൂപ്പന്റെ പണിക്കാരും കൊണ്ടുപോയില്ലേ കുറെ മുമ്പ്. ഏത് മൂപ്പൻ? കുമാരൻ മൂപ്പൻ. ഏത് കുമാരൻ മൂപ്പൻ? നിന്റെ പഴയ ചങ്ങാതി കുമാരൻ. കുമാരനിപ്പോ ഒരു മൂപ്പനോ? പിന്നെ കോൺട്രാക്ട്, ചെമ്മീൻ കയറ്റി അയക്കല്, ലോറി, ബോട്ട്, എമ്പാട് പണിക്കാരും. ഇപ്പൊ കുമാരൻ മൂപ്പൻ ആരാണെന്നാണ് വിചാരം? നാരായണൻ എന്ന് പറഞ്ഞ ഒരാളിന്റെ വീടേതാ? നാരായണൻ, ഭാര്യ കാർത്യായനി, ആ വീടാ. ഈ മുറ്റത്തൂടെയല്ല, അങ്ങോട്ടുള്ള വഴി പറഞ്ഞേക്കാം. അങ്ങോട്ട് നീ ഇപ്പോ എന്റെ ഈശ്വര ഏട്ടത്തിന്റെ വീട്ടിലെത്തിപ്പെടാൻ പെട്ട പാട്. ബോട്ടിൽ ആരെങ്കിലും കാത്തേക്കെന്ന് വിചാരിച്ചു. ഇപ്പൊ വരണ്ട, ചേട്ടൻ പറയണ പോലെ ഒന്നും അല്ല ഇവിടെ. ജോലിക്കൊക്കെ പ്രയാസാന്ന് ഞാൻ കഴിഞ്ഞ ആഴ്ചയിലല്ലേ എഴുതിയത്. എനിക്കങ്ങനെ ഒരു കത്ത് കിട്ടിയിട്ടില്ല. അവിടെ ഒറ്റയ്ക്ക് ഞാനിവിടെ എന്ത് ചെയ്യാനാണ് ഏട്ടത്തി? ഓ, എന്നാലും വല്ലാത്തൊരു നാട്. വഴി ചോദിച്ചാൽ ഓരോന്നിന്റെ മോന്തം മോറും കാണണം. ചേട്ടൻ അയൽവക്കക്കാരുമായിട്ട് നല്ല സുഖമല്ലേ? അവിടെ തന്നെ വല്ലതും ശ്രമിക്കായിരുന്നു ഭേദം ദേവയാനി. ആ നാട്ടിൻപുറത്ത് എന്ത് ജോലി കിട്ടാനാ? പേപ്പറും കൂടി കാണില്ല. ഇവിടെ വലിയ കമ്പനികളുണ്ട്, ജോലി കിട്ടാൻ എളുപ്പമാണെന്ന് ചേട്ടൻ എഴുതിയിരുന്നല്ലോ എനിക്ക്. ചേട്ടൻ അങ്ങനെയൊക്കെ തോന്നും. ആ മിലിറ്ററിക്കാരന്റെ ആലോചന വീണ്ടും വരുന്നു എന്നൊക്കെ എഴുതിയത്. അപ്പോഴേക്ക് അച്ഛൻ കിടപ്പിലായില്ലേ? മുതലില്ല, ജോലിയില്ലാച്ച ഇക്കാലത്ത് ആര് വരാനാ ഏട്ടത്തി? അച്ഛന്റെ അടിയന്തരത്തിന് വരാൻ എഴുതിയിട്ട് പിന്നെ അതിന്റെ ശേഷം ഏട്ടത്തിയുടെ ഒരു കത്തും എനിക്ക് കിട്ടിയില്ല. നീ ഏത് ബസ്സിന് വന്നത്? അതോ ബോട്ടിനോ? കത്തിലൊന്നും കൃത്യമായിട്ട് എഴുതി കണ്ടില്ല. സ്ഥലം കണ്ടുപിടിക്കാൻ വിഷമിച്ചോ? ഹേയ്, നീ വേഗം പുറപ്പെടും. അച്ഛൻ മരിച്ചപ്പോഴെങ്കിലും നിങ്ങൾ രണ്ടാളും വരുന്നു വിചാരിച്ചു. കമ്പി കിട്ടിയത് 3-ാം ദിവസാ. പിന്നെ വന്നിട്ടെന്താ? നീ പുറപ്പെടും. നേരായി. പുറത്ത് 1-2 സ്ഥലത്ത് പോകാനുണ്ട്. ദേവയാനി വന്നോട്ടെ. വേണ്ട, അവിടെ യാത്ര ചെയ്ത് വന്നല്ലേ ഉള്ളൂ. വേണ്ട, ഞാനും വരാം ഏട്ടത്തി. ഞങ്ങൾ വൈകും. ഉച്ചക്കത്തെ ചോറും കൂട്ടാനും ഒക്കെ അടച്ചു വെച്ചിട്ടുണ്ട്. ഫ്ലാസ്കിൽ ചായ ഉണ്ട് വേണമെങ്കിൽ. നീ ഒരു ഭാഗത്തിരുന്നു. സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാൻ അവളും വന്നോട്ടെ. അതിനെന്താ? പിന്നെ ആവാം. വന്ന ദിവസം തന്നെ അവളെ പേടിപ്പിക്കണ്ട. ഇതിലെന്താണ് ഇത്ര പേടിക്കാൻ? സൗകര്യത്തിൽ അനിയത്തിക്ക് വേണ്ട പോലെയൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തേക്ക്. ഇപ്പൊ വേണ്ട, നല്ല പാർട്ടി വരുമ്പോ മതി. വരേണ്ട താമസമേ ഉള്ളൂ. ജോലി കിട്ടാനെന്നൊക്കെ എഴുതിയത്. നീ മിണ്ടാതിരി. വേഗം പുറപ്പെടാൻ നോക്കുന്നുണ്ടോ?
നോക്കൂ, മിസ്റ്റർ ഹംസ വരില്ലേ? അറിയില്ല. നിങ്ങൾ പോയില്ലേ? അയാളെ കാണാതെ ഞാൻ എങ്ങനെ പോവാനാ? താങ്ക്സ്. അയാളെ കാണാതെ പോകാൻ പറ്റില്ലല്ലോ. ഞാൻ ഇവിടെ നിൽക്കുക. ഹോട്ടലില് റൂം എടുത്തിട്ടുണ്ട്. പേര് ജയരാജൻ. ഒരു വിശ്വയുടെ കാര്യത്തിനായിട്ടാ ഞാൻ മിസ്റ്റർ ഹംസയെ കാണാൻ വന്നത്. രാവിലെ ഓഫീസിലേക്ക് വരാം. മിസ്റ്റർ ജയരാജൻ കാലത്തെ പോരും. രാവിലെ ഞാനുണ്ടാവില്ല. ഈ ഓഫീസിലെ പണി ഇന്നത്തോടെ മതിയാക്കി. 3 മാസം പണിയെടുത്തിട്ട് നയാ പൈസ ശമ്പളം കിട്ടിയിട്ടില്ല. ഭാഗ്യത്തിന് എനിക്ക് വേറെ ജോലി ശരിയായി. തരട്ടെ? നോക്കൂ, മസ്കറ്റിലേക്ക് ഒരു വിസ ശരിയാക്കാൻ നേരിട്ടിരുന്നു മിസ്റ്റർ ഹംസ. ഞാൻ എത്ര രൂപ കൊടുത്തു? 15,000. അയാൾ ഞങ്ങളുടെ നാട്ടിൽ വന്നിരുന്നു. ഒരു ഫ്രണ്ട് മുഖേനയാണ് എനിക്ക് പരിചയം. 20-15 കുറച്ച് അയാളാണ്. ആ 15,000 സിംപ്ലി ഗുഡ് ബൈ എന്ന് കരുതി വെച്ചാൽ മതി. അല്ല, പേരെന്താ പറഞ്ഞേ? ഗോപി. ഈ മാസം ഇതേ പ്രോബ്ലമായിട്ട് ഓഫീസിൽ വരുന്ന 4ാമത്തെ ആളാണ് ഗോപി. ആർക്കും പ്രൊപ്പറേറ്ററെ കാണാൻ പറ്റില്ല. ഈ പ്രൊപ്പറേറ്റർ ശരിക്കും ഈശ്വരനെ പോലെയാ. എല്ലാ ദിക്കിലും ഉണ്ടെന്ന് കേൾക്കാൻ പറ്റും, പക്ഷെ കാണാൻ മാത്രം കിട്ടില്ല. അയാളുടെ വീട് എവിടെയാണ്? അറിഞ്ഞൂടാ. ശമ്പളവുമില്ല. ഗോപിയൊക്കെയുള്ളവർ വരുമ്പോ 100 കളവ് പറഞ്ഞ അവിടെ ഇരിക്കുമ്പോ എന്തോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. മറ്റേ ഓർഡർ ഇന്ന് കിട്ടി. പിന്നെ നമ്മളെ പറ്റിയത് ആരോടും പറയണ്ട. നേരെ വീട്ടിലേക്ക് പൊയ്ക്കോളൂ. അയാളെയും കാത്ത് ഹോട്ടലിൽ റൂം എടുത്തിരുന്നാൽ ആ കാശുകൂടി നഷ്ടമാവും. വരട്ടെ? ജയരാൻ, ഇയാളെ ഒന്ന് കണ്ടുപിടിക്കാനുള്ള വഴി പറഞ്ഞു തരൂ. ഇരിക്കുന്ന വീട് പണം എഴുതി വെച്ചിട്ടാണ് എന്റെ അച്ഛൻ ഈ കാശ് ഉണ്ടാക്കി തന്നത്. ഞാൻ എന്ത് ചെയ്യണം? കുടുങ്ങിയവരുടെ എല്ലാം കഥ ഏറെക്കുറെ ഇത് തന്നെ. പലരും പുറത്തു പറയാറില്ല. അവനെ കണ്ട് കാശ് വാങ്ങാൻ ഞാൻ പോകത്തില്ല. ഒന്നീ കാശ് കിട്ടിയില്ലേ പാര അവന്റെ ഉയരെ എടുക്കും. അത് നിങ്ങളുടെ ബോസിനോട് പറഞ്ഞേരെ. ഗുഡ് ലക്ക്. അയാൾ എന്റെ ബോസ് ആയിരുന്നു, ഇപ്പോഴല്ല. വിഷ് യു ഗുഡ് ലക്ക്. വെട്ടുകൊണ്ടവർക്ക് അത്ര സാരായി പറ്റിയില്ലടോ. അവന് 2 മാസം കഴിഞ്ഞപ്പോ പണിക്ക് പോയില്ലേ? നീ ഒരു നല്ല വക്കീലിനെ വെച്ച് വാദിച്ചിരുന്നെങ്കിൽ നിന്റെ കേസ് അന്നേ വിടില്ലേ. ഒരു ചെറിയ വെട്ടും മുറിക്കും 5 കൊല്ലായി. ഇതെവിടെ കേട്ടിട്ടുണ്ട്? നീ അപ്പീൽ പോകാഞ്ഞതാ തെറ്റ്. ഓട്ടെ, അത് കഴിഞ്ഞല്ലേ. കച്ചവടമൊക്കെ എങ്ങനെയുണ്ട് ജോസ്പേട്ട? മോശം. വയറ്റിപ്പഴപ്പിന് വേണ്ടി ചില്ലറ കച്ചവടം ചെയ്യുന്ന നമുക്കൊന്നും ഒരു രക്ഷയില്ല. എന്നും കസ്റ്റംസുകാരുടെ തെക്കും തിരക്കുക. ഇച്ചിരി സിഗരറ്റ്, 10 കുപ്പി വിസ്കി, ഇതൊക്കെ കച്ചവടം ചെയ്യുന്നതിൽ എന്താ ദൈവദോഷം? ഞാൻ ആ സൂപ്രണ്ടോട് നേർക്ക് നേരെ ചോദിച്ചതാ. ഈ സായിപ്പന്മാർക്ക് പ്രാന്തനാണുള്ള പൊടി മരുന്ന് കൊണ്ടുള്ള കച്ചവടോ? നമ്മളത് ആയിഷ് ചെയ്യില്ല. അതിന് പ്രമാണിമാരുണ്ട് ഇഷ്ടം പോലെ. ഒരു 50 രൂപ വേണ്ട. എല്ലാവരും ഒന്ന് കണ്ടിട്ട് വരട്ടെ. ഇതേ പെട്ടി കാലി. ഞാനിനി ഇവിടെ തന്നെ ഉണ്ടാവും. പണിയെടുത്ത് വെട്ടിക്കോളാം, പേടിക്കണ്ട. അതിന് നിനക്കിപ്പോ തോണിയുണ്ടോ? തോണിയൊക്കെ ഉണ്ടാവും. ആ കാശെടുക്ക്. എന്നിട്ട് വേണം ഒരു കുപ്പി വാങ്ങി ഗോപാലേട്ടനെ ഒന്ന് കാണാൻ. തവളഗോപാലം കാഞ്ഞു പോയിടോ, നീ അറിഞ്ഞില്ലേ? എന്ന്? അതിപ്പോ 2-3 കൊല്ലായി. ഛർദ്ദിച്ചപ്പോ ചോര, കോട്ടം കമത്തി ഒഴിക്കണമായി ചോര. ആശുപത്രി എത്തിച്ചപ്പോഴേക്കും കാറ്റുപോയി. ലിവർ ഉണ്ടല്ലേ, ലിവർ പഞ്ചറായാലും അങ്ങനെയാ. കുടി തന്നെ. അപ്പോ മാധവി ഒറ്റയ്ക്കാ? ഏയ്, പെണ്ണിന് നീ പോയപ്പോ നല്ല കാലം തെളിഞ്ഞില്ലേ? ചെമ്മീൻ ലോറി ഇറക്കിയ ആ ദിവസം തന്നെ അല്ലേ കുമാരൻ അവളെ കെട്ടിയത്? ജയിലിലാവുമ്പോ നാട്ടുവിശേഷം ഒന്നും അറിയില്ല അല്ലേ കരണ? അതാ കഷ്ടം. ലോറിക്ക് ആദ്യം മാല, പിന്നെ മാലയിട്ട് വന്ന് 2 പേരും കൂടെ അതിന്റെ മുമ്പിൽ നിന്നൊരു ഫോട്ടോ. അന്ന് കുപ്പി കുറെ പൊട്ടിച്ചിട്ടുണ്ട് കുമാരൻ. തന്തയുടെ അന്നത്തെ കുടി കണ്ടപ്പോഴേ ഞാൻ തീരുമാനിച്ചതാ ലിവർ പോക്കാണ്. കാശ് ജോസ്പേട്ട. അപ്പോ ഞാൻ എന്താ പറഞ്ഞുകൊണ്ട് വന്നത്? നല്ല കാലം തെളിയാന്ന് വെച്ചേ. കടമാണ്, ഞാൻ വീട്ടും. ചന്ദ്ര, കരേട്ടാ, അവര് തോണി എടുത്തോണ്ട് പോയപ്പോ ഞാൻ തടഞ്ഞു കരേട്ടാ. അവരെന്നെ തല്ലാൻ വന്നു. കണ്ണൂര് വന്ന് കാണുമെന്ന് പലപ്പോഴും വിചാരിച്ചതാ. പക്ഷെ കാശുണ്ടായിരുന്നില്ല കരേട്ടാ. നീ ഒരു കുപ്പി എടുക്ക്. കുമാരേട്ടനിപ്പോ ലോറിയും ബോട്ടും. ഞാൻ അറിഞ്ഞില്ല ചന്ദ്ര. നീ എന്നൊരു കുപ്പി എടുക്ക്. പുറത്ത് വാതിൽ അടച്ചോളുണ്ടോ? ഞങ്ങൾ വരാൻ വൈകും. ജോലിയുടെ കാര്യം ഏട്ടത്തി പറയണം.
ഒരു പ്രയാസവും ഉണ്ടാവില്ലെന്നല്ലേ ചേട്ടൻ എഴുതിയത്? ഇനി ഏടത്തി നിർബന്ധിക്കും പോലെ ഇരിക്കും. എന്നെ കൊണ്ട് ഏടത്തിക്കും ഭാരമാവരുത്. ആ, നീ എന്തെടുക്കുവാടി? നേരെ വൈകണോ? എഴുന്നള്ളത്ത് തുടങ്ങി. പുതിയൊരുത്തിയും കൂടെ വന്നിട്ടുണ്ട്. രാധയ്ക്കൊരു ബൈനാക്കുലർ കൂടി കിട്ടിയാൽ റണ്ണിംഗ് കമന്ററി അസലാവും. നിങ്ങൾക്ക് ആണുങ്ങൾക്ക് ചുണയുണ്ടെങ്കിൽ ഇവറ്റിങ്ങളെ ഒരു ഒറ്റ ദിവസം കൂടെ വെച്ച് കുറിപ്പിക്കുമോ? അവന്റെ ഒക്കെ ഇൻഫ്ലുവൻസ് എന്താണെന്ന് നിനക്കറിയൂ. തൊഴിലിന്റെ ഭാഗത്തും അവന്റെ അടുത്തൊക്കെ ഒരു ശുപാർശയ്ക്ക് പോകാതെ കഴിയണമെന്ന് ആകെയുള്ള പ്രാർത്ഥന. ദേ, 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 ആ പുതിയ പെണ്ണ്. എന്റെ ഏകപത്നി വ്രതം മുടക്കണമെന്ന് വാശിയുണ്ടോ ആവോ രാധയ്ക്ക്? ഓ പിന്നെ, ദേ, ദേ, അവളും പേശക കണ്ടലർന്നൂടെ? വാടിയുടെ നാരായണത്തില്ലേ? ഇല്ല, കാര്യം ചേച്ചിയോ? രണ്ടാളും പോയി. നാരായണത്തി കമ്പനിയിലാണോ? ഞാൻ കണ്ടിട്ടില്ലേ? ഞാൻ ഇന്ന് വന്നതാണ്. അത് ശരി. നാരായണത്തെ എന്നെ പറ്റി പറഞ്ഞിട്ടുണ്ടാവും ചിലപ്പോ. ഞാൻ ശിവൻകുട്ടി. ആ, ഫോറിൻ കാറൊക്കെ ഉള്ള മുതലാളിയാ. ഒറ്റയ്ക്കേ ഉള്ളൂ. പുറപ്പെടുക. എങ്ങോട്ട് പുറപ്പെടാൻ? ഒരു 300 പറഞ്ഞാൽ തരും. പക്ഷെ ഞാൻ ചിലപ്പോ 400-ലെത്തും. ആ, അതൊക്കെ അവനവന്റെ സാമർഥ്യം പോലെ. അല്ല, മുമ്പ് വേഷമില്ലേ? അതെടുത്ത് നോക്ക്. അതാ മൂപ്പർക്ക് ഇഷ്ടം. കടന്നു പോടാ പറ്റി. അല്ല, ഞാൻ നാരായണത്തോട് പറഞ്ഞു. ചന്ദ്ര, നീ ഒരു അരക്കുപ്പിയിട്. മതി കർണേട്ടാ. എടാ, കുമാരമൂപ്പരുടെ പണിക്കാരാണ്. ഏതാടാ ഈ പുതിയൊരു മൂപ്പൻ? കർണേട്ടാ, പതുക്കെ. ഒരു അരക്കുപ്പിയിട്. ഛർദിക്കാനായവരൊക്കെ പിടിച്ച് പുറത്തിടാ. നിങ്ങളുടെ പ്രമാണി മൂപ്പനുണ്ടല്ലോ, കുമാരൻ, അവനോട് പറ ഞാൻ വന്നിട്ടുണ്ടെന്ന്. കാരണം 4 ആള് കാണേ അവന്റെ കൊടലുമാല ഞാൻ എടുക്കുമെന്ന് പറഞ്ഞേക്ക്. മൂപ്പന് വേണ്ടി ചാകാനുള്ള ആൺകുട്ടികളുണ്ടോ ആ കൂട്ടത്തില്? ഓടാ കർണേട്ടാ, എന്തായി കണ്ടില്ല? വരാനല്ലേ പറയാന? അരുത് കർണേട്ടാ, അവര് പണിക്കാരല്ലേ? ആ, പണിക്കാരെ വിടാം. അവനെവിടെ? കുമാരനെ കർണേട്ടൻ വീട്ടിലേക്ക് പോ, ഞാൻ ഒപ്പം വരാം. മാനേജറോടൊന്ന് പറഞ്ഞോട്ടെ. അവനാടാ മായരെ? വാ കർണേട്ടാ, ഞാനല്ലേ പറയണത്. വാ. അങ്ങോട്ടല്ല കർണേട്ടാ, ഇങ്ങോട്ട് നടക്ക്. എനിക്കറിയാടാ. വാ. ഇവിടെയൊക്കെ കാട് പിടിച്ചില്ലടാ. നമുക്ക് ശരിയാക്കാം കർണേട്ട എല്ലാം. കർണേട്ടൻ ഇവിടെ ഇരി. കുറച്ചു ദിവസം ഞാനൊന്ന് നോക്കി. ഇപ്പൊ എല്ലാം വൃത്തിയാക്കി കളയാം.
കള്ളവാറ്റ് കുടിച്ച് കുറെ പേരുടെ കണ്ണുപോയി ഈ ഭാഗത്തുനിന്ന് കേട്ടല്ലോടാ ജയിലിൽ കിടക്കുമ്പോ. നീ ആയിരുന്നു എന്റെ ഉസ്താദ്. ഏയ്, എന്റെ സാധനം കർണാടകം കഴിച്ചിട്ടില്ലല്ലോ. ബെസ്റ്റ് അല്ലേ? റൊക്കം കാശിന് കച്ചവടം നടക്കണില്ലെന്ന് കണ്ടപ്പോ നിർത്തി. നഷ്ടം തന്നെ. ഒരു പൊടിക്ക് ഏലക്കായിട്ടിരുന്നു ഞാൻ മാറ്റുമ്പോ. എന്തായിരുന്നു മണം! ഇപ്പോഴും അറിയില്ല. ഞാനിവിടെ കിടന്നോളാം, നീ പൊയ്ക്കോ. നിന്റെ മാനേജർ അതിന് ഇനി മക്കാണത്തിന് വരണ്ട. കരുണേട്ടൻ വന്ന വകയില് രാജി കൊടുത്തു ഉദ്യോഗം. കണ്ടവന്റെ ആട്ടും തൊപ്പും ഇടയ്ക്ക് തല്ലും. 10 ദിവസത്തെ കൂലി ബാക്കി വരാനുണ്ട്. അയാൾക്ക് ലാഭം. എന്റെ വക ബക്ഷീസ് കിടക്കട്ടെ.